മനസാക്ഷിയോട് ചോദിക്കൂ, പറയണ്ട. ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ. കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്. നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ ജോലിയെന്ന്. ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം. ഇപ്പം പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ? വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം 15,000 രൂപ കൊടുക്കണം. ഈ ആമിന് എത്ര കൊല്ലം കൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോകും. അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാന്നറിയോ? ഒരുപാട് നിസ്കാരമുണ്ടാകും, ദുആ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണ. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കും.